കല്ലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കായി നിർമ്മിച്ച സ്റ്റേജിന് അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് GCDA. ISL മത്സരം നടത്തുന്നത് പോലും സ്റ്റേജ് സംവിധാനം ഒരുക്കുന്നതായിരുന്നു അനുമതി. GCDയിലെ എഞ്ചിനീയർമാർ സ്റ്റേജ് പരിശോധന നടത്തി. എന്നാൽ നിർദ്ദേശങ്ങൾ സംഘാടകർ ലംഘിച്ചുവെന്നും GCDA പറയുന്നുണ്ട്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA ICUവിൽ തുടരുകയാണ്. അതേസമയം ഉമാ തോമസിൻ്റെ ശ്വാസകോശത്തിലെ ക്ലോട്ട് നീക്കിയെന്നും ഡോക്ടർമാർ അറിയിച്ചു. വിവരങ്ങളുമായി ആശുപത്രിയിൽ നിന്ന് ബീന റാണി ചേരുന്നുണ്ട്. ബീന, നിലവിലത്തെ ആരോഗ്യസ്ഥിതി, ഉമാ തോമസ് MLAയുടെ നിലവിലത്തെ ആരോഗ്യസ്ഥിതി അല്പസമയത്തിനുള്ളിൽ തന്നെ 10 മണിയോടുകൂടി അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും നിലവിലത്തെ ആരോഗ്യസ്ഥിതി നിഖിൽ, ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്ന് പറയാനാകില്ല. എന്നാൽ ആരോഗ്യനില തൽസ്ഥിതി തന്നെ തുടരുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ കാര്യമായ ഗുരുതരമായ വിശേഷമല്ല ഇപ്പോൾ ഉള്ളത്. ആ സ്ഥിതിയിൽ നിന്ന് മാറി എന്ന് പറയുമ്പോൾ പോലും അപകടനില തരണം ചെയ്യാൻ 24 മണിക്കൂർ നിരീക്ഷണം വേണം എന്ന ഒരു കാര്യമാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഉമാ തോമസ് MLA ഇന്നലെ വൈകിട്ട് പരിക്കേറ്റതിനെ തുടർന്ന്, ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഉമാ തോമസിൻ്റെ ശ്വാസ സംബന്ധമായ നിരവധി പ്രശ്നങ്ങളുമായാണ് ഇവിടെ എത്തിക്കുന്നത്. അതായത് വാരിയലിന് കാര്യമായ അപകടം ഉണ്ടായതിനെ തുടർന്ന് വാരിയലിൽ ശ്വാസകോശത്തിൽ മുറിവുണ്ടാക്കി രക്തം കട്ടപിടിക്കുന്ന ഒരവസ്ഥയും അതിനെ തുടർന്ന് ഉമാ തോമസിന് ഗുരുതരമായ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എത്തിക്കുന്നത്. ഇതിനെ തുടർന്ന് രാത്രിയിൽ, അതായത് ലങ്സിൻ്റെ ശ്വാസകോശത്തിൻ്റെ സ്ഥിതി പരിശോധിക്കാനായുള്ള ബ്രോങ്കോസ്കോപ്പി അടിയന്തരമായി ചെയ്യുകയും അതോടൊപ്പം ഇത്തരത്തിലൊരു ക്ലോട്ട് കണ്ടെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ശ്വാസകോശത്തിലെ ക്ലോട്ട് നീക്കിയതിനെ തുടർന്നാണ് അല്പമെങ്കിലും ആശ്വാസം ഉമാ തോമസിന് നേരിടാനായത് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നത്. അതായത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലായിരുന്നു ഉമാ തോമസിനെ ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇത്തരത്തിൽ ബ്രോങ്കോസ്കോപ്പി ചെയ്യുകയും ക്ലോട്ട് നീക്കം ചെയ്യുകയും തുടർന്നാണ് ശ്വാസഗതി അല്പമെങ്കിലും നേരെയാകാൻ സാധിച്ചത് എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ നട്ടെല്ലിനും ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ഒരു വാരിയലിന് ഏറ്റ ഗുരുതരമായ പരിക്കാണ് ശ്വാസകോശത്തിൻ്റെ ഗതി ഇത്ര രൂക്ഷമാക്കിയത്. ഒപ്പം തന്നെ തലച്ചോറിനും പരിക്കുണ്ടായിരുന്നു. എന്നാൽ തലച്ചോറിലെ രക്തസ്രാവം പൂർണ്ണമായും നിയന്ത്രിക്കാനായിട്ടില്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അടിയന്തരമായി ശസ്ത്രക്രിയയുടെ ആവശ്യമൊന്നും നിലവിലില്ല എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തി മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചു. തുടർന്ന് ചികിത്സയെല്ലാം പൂർണ്ണമായും തൃപ്തികരമായി നടക്കുന്നു എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അവർ ഇന്നിവിടെ തങ്ങുകയാണ്. 10 മണിയോടെ മെഡിക്കൽ സംഘം യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി എന്ന് പറയാനാകില്ലെങ്കിലും നിലവിൽ അവരെ ഇവിടെ എത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് അല്പം മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കടുത്ത നിരീക്ഷണത്തിൽ തന്നെയാണ് നിരവധി ഡോക്ടർമാർ അവരെ കർശനമായി പരിശോധിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണം എന്നുള്ളത് ഒരു അനിവാര്യമായ ഘടകമാണ്. ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെ അവർക്ക് കടുത്ത നിരീക്ഷണത്തിൽ തന്നെ അവർ തുടരേണ്ടി വരും. തലച്ചോറിനേറ്റ പരിക്ക് സാരമുള്ളത് തന്നെയാണ്. അത് പെട്ടെന്ന് പരിഹരിക്കാനാവില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. രക്തസമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം മാത്രമേ കൂടുതൽ ചികിത്സയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ റിക്കവറി ഉണ്ടാകുന്ന ഒരു പരിക്കല്ല തലച്ചോറിനുള്ളത്. അതുകൊണ്ട് തന്നെ അത് സമയം പിടിച്ച് മാത്രമേ മാറാൻ സാധിക്കുകയുള്ളൂ എന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നട്ടെല്ലിനേറ്റ പരിക്കുമായി ബന്ധപ്പെട്ട ചികിത്സയും നടക്കുന്നത്. ഉമാ തോമസ് MLAയുടെ മുഖത്തും കാര്യമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും ചികിത്സ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളും മറ്റും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. എക്കോസ്പിരിൻ അടക്കമുള്ള മരുന്നുകൾ ഇവർ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രക്തം കട്ട പിടിക്കുന്നതിന് താമസം
ഉണ്ടായിട്ടുണ്ട്. രക്തസ്രാവം തുടരാനുള്ള ഒരു കാരണം അതാണ്. എന്തായാലും ആരോഗ്യനിലയിൽ ഈ ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങൾ പരിഹരിച്ചതിന് ശേഷം ആരോഗ്യ നിലയിൽ ചെറിയ രീതിയിൽ ആശ്വാസമുണ്ട്. എന്നാൽ ഒബ്സർവേഷനിൽ തന്നെ തുടരണം എന്നാണ് ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം മെഡിക്കൽ ബുള്ളറ്റിൻ 10:30 പുറത്തിറക്കിയതിന് ശേഷം മാത്രമേ അറിയാനാകൂ. എങ്കിലും ഇപ്പോൾ ഉമാ തോമസ് ICUവിലെ വെന്റിലേറ്റർ സപ്പോർട്ടയുടെ ICUവിലാണ് കഴിയുന്നത്. കടുത്ത നിരീക്ഷണത്തിലുമാണുള്ളത്. ശരി ബീന, ഇപ്പോൾ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് രേഷ്മ ബാബു കൂടി ചേരുന്നുണ്ട്. രേഷ്മ, അതായത് ഈ ഒരു നൃത്ത പരിപാടിക്ക് വേണ്ടി നിർമ്മിച്ച സ്റ്റേജ് അതിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള GCD, അതായത് ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥരായ GCD തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിലൊരു വേദി നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നില്ല. ISL മത്സരങ്ങൾ നടത്തുന്നത് പോലെയുള്ള സ്റ്റേജ് സംവിധാനം ഒരുക്കുന്നതിന് മാത്രമായിരുന്നു അനുമതി എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ GCDയിലെ എഞ്ചിനീയർമാർ സ്റ്റേജ് പരിശോധന നടത്തിയിരുന്നുണ്ട്. നിർദ്ദേശങ്ങൾ സംഘാടകർ ലംഘിച്ചു എന്നും GCDയെ പറയുന്നുണ്ടല്ലേ രേഷ്മ? നിഖിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ GCDയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം. ഇതിന് നിലവിൽ ഈ ഒരു സ്റ്റേജ് താൽക്കാലിക സ്റ്റേജിന് ഒരു അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അല്പസമയം മുൻപ് പരിശോധന നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ISL മത്സരങ്ങൾ ഏത് വിധത്തിലാണോ നടക്കുന്നത് ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ മാത്രമേ ഒരുക്കാവൂ എന്നുള്ളതായിരുന്നു അനുമതി. പക്ഷേ ആ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ സ്റ്റേജ് കെട്ടിപ്പൊക്കുകയായിരുന്നു. ആ VIP ഗാലറി അടക്കം താൽക്കാലികമായിട്ട് കെട്ടിപ്പൊക്കിയ VIP ഗാലറിയാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയാണ് ഉമാ തോമസ് MLA വീണത്. മുകളിൽ നിന്ന് ഏകദേശം 14 അടി എന്നാണ് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത്. ആ ഉയരത്തിൽ നിന്നും തൊട്ട് താഴെ ഈ കോൺക്രീറ്റ് പാളി ഉള്ള ഈ ഓടയുടെ ഭാഗം, അതായത് കോൺക്രീറ്റ് പാളിയിലേക്കാണ് തലയിടിച്ച് വീഴുന്നത്. ഈ ആകെ ഉണ്ടായിരുന്ന ഒരു സുരക്ഷാ ക്രമീകരണം എന്ന് ഈ പറയുന്ന സംഘാടകർ പറയുന്ന ഈ ഒരു ക്യൂ മാനേജർ, റിബൺ കെട്ടിക്കൊണ്ടുള്ള താൽക്കാലിക ക്യൂ മാനേജർ മാത്രമാണ് ആ കൈവരി എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നത്. ഈ നിലവിൽ ഈ ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന GCD വിഭാഗവും പറയുന്നത് സാധാരണ രീതിയിൽ ഒരു സുരക്ഷാ മാനദണ്ഡം എന്നുള്ള രീതിയിൽ ഒരു ഗാലറിയുടെ തൊട്ട് സൈഡിലായിട്ട് കൈവരി ഉണ്ടാകണം, അതായത് സുരക്ഷാ ബാരിക്കേഡ് ഉണ്ടാകണം. അത് പക്ഷേ ഈ പറയുന്ന താൽക്കാലിക സ്റ്റേജ് ക്രമീകരണത്തിൽ ഒരുക്കിയിട്ടില്ല. ഈ പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ജയലൻ സ്റ്റേഡിയത്തിലെ ഈ ചെയറുകളും ബാരിക്കേഡുമാണ് ഈ നടുക്ക് കാണുന്നത്. അതിന് മുകളിലായിട്ട് വീണ്ടും ഉയരത്തിൽ VIP ഗാലറി കെട്ടിപ്പൊക്കി അതിനും ഉയരത്തിൽ വീണ്ടും ഒരു ഏകദേശം 1.5-2 മീറ്റർ ഉയരത്തിലാണ് വീണ്ടും സ്റ്റേജ്, അതായത് ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ GCD അനുമതി നൽകിയിരുന്നത് വിളക്ക് കൊളുത്താനായിട്ടുള്ള കുറച്ച് സമയത്തേക്ക് വിളക്ക് കൊളുത്താനായിട്ടുള്ള ഒരു അനുമതി മാത്രമായിരുന്നു. ആദ്യഘട്ടത്തിൽ കൊടുത്തിരുന്നത് മൈതാനത്ത് തന്നെ ഈ പരിപാടി ക്രമീകരിക്കാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് പൊടുന്നനെ ഒരു സ്റ്റേജ് ക്രമീകരിച്ചുകൊണ്ട് സംഘാടകർ ഈ പരിപാടി മുകളിലേക്കാക്കി. അതിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് GCD അധികൃതർ വ്യക്തമാക്കുന്നത്. താൽക്കാലികമായിട്ട് കെട്ടിപ്പൊക്കിയ സ്റ്റേജിന് യാതൊരു തരത്തിലും അനുമതി നൽകിയിരുന്നില്ല. വിളക്ക് കൊളുത്താൻ വേണ്ടി മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. പക്ഷെ ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന സംഘാടകരും ലംഘിച്ചു എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാകുന്നത്. എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെ വന്ന് പരിശോധന നടത്തി. GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സൂപ്രണ്ട് അല്പസമയത്തിനുള്ളിൽ ഇവിടെ വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് നേരത്തെ തന്നെ ഫയർഫോഴ്സ് ഇവിടെ പരിശോധന നടത്തുകയും റിപ്പോർട്ട് ഫയർഫോഴ്സിന്റെ ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് സാധാരണ രീതിയിൽ 2 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ ഒരു സ്റ്റേജ് കെട്ടുകയാണെങ്കിൽ 1.2 മീറ്റർ രീതിയിൽ കൈവരി കെട്ടേണ്ടതുണ്ട്. അത്തരം ഒരു സുരക്ഷാ മാനദണ്ഡം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. പകരം ഒരു റിബൺ ഉപയോഗിച്ചുകൊണ്ട് ക്യൂ മാനേജർ, ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള സ്റ്റീൽ കൊണ്ടുള്ള ക്യൂ മാനേജർ റിബൺ കെട്ടിക്കൊണ്ട് ഈ കൈവരി എന്നുള്ളതിന് പകരം ഉപയോഗിക്കുകയായിരുന്നു. ഈ കാണുന്ന ഭാഗത്താണ് ഈ കസേരകൾ ഇട്ടിരുന്നത്. സാധാരണ രീതിയിൽ ഒരു വരി കസേരയ്ക്കുള്ള ഇടം മാത്രമേ ഉള്ളൂ. പക്ഷേ 2 വരിയായിട്ട് ഏകദേശം 30-40 പേർക്ക് ഇരിക്കുവാൻ തക്ക രീതിയിലുള്ള കസേരകളും ഇട്ടിരുന്നു. ഈ കസേര ഇടുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു കൈവരി വേണമെന്നുള്ള മാനദണ്ഡം ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് കാല് തെറ്റിയ സമയത്ത് ആ ക്യൂ മാനേജർ പിടിച്ചുകൊണ്ട് ഉമാ തോമസ് താഴേക്ക് പതിച്ചത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ വീഴ്ച ഈ സംഭവത്തിന് പിന്നിലുണ്ടായിട്ടുണ്ട്.
അനുമതി ഇല്ലാതെ താൽക്കാലികമായിട്ട് ഈ സ്റ്റേജ് സംവിധാനം കെട്ടിപ്പൊക്കി. ഈ കാണുന്നതാണ് ഈ യഥാർത്ഥ പെർമനന്റ് ആയിട്ടുള്ള, അതായത് സ്ഥിരമായിട്ടുള്ള VIP ഗാലറി. ഈ സ്റ്റേഡിയത്തിന്റെ VIP ഗാലറി, ചുമന്ന കസേരകളൊക്കെ തന്നെ ആ സ്ഥിര VIP ഗാലറിയുടെ ഭാഗമാണ്. അതിന് മുകളിലായിട്ട് ഉയരത്തിലാണ് ഈ പറയുന്ന താൽക്കാലിക കമ്പികൾ കൊണ്ട് കെട്ടിക്കൊണ്ട് ഒരു സ്റ്റേജ് നിർമ്മിച്ചത്. അതിന് മുകളിൽ സൈഡിലായിട്ട് VIP ഗാലറി, അതായത് വിശിഷ്ട വ്യക്തികൾക്ക് ഇരിക്കുവാൻ തക്ക രീതിയിലുള്ള ചെയറുകൾ, കസേരകൾ ക്രമീകരിച്ചു. അതിനും തൊട്ട് 1.5 മീറ്റർ ഉയരത്തിൽ ഒരു സ്റ്റേജ്, അതായത് ഈ രേഷ്മ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ, അതായത് ഇത്രയും ആളുകൾക്ക് ഇരിക്കേണ്ട ഒരു വേദി തയ്യാറാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ആ വേദിയുടെ താഴെ ആ ഒരു തൂണ് നൽകിയിരിക്കുന്നത് പോലും വളരെ ബലം കുറഞ്ഞ കട്ട ഉപയോഗിച്ചിട്ടാണെന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. അത്രത്തോളം സുരക്ഷാ വീഴ്ചകൾ പല കാര്യത്തിലും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമല്ലേ? അതെ നിഖിൽ, കാരണം ഇപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കത്തില്ല. കാരണം പോലീസ് അതിന് അനുമതി നൽകുന്നില്ല. ഈ കാണുന്ന ദൃശ്യങ്ങൾ, ആ മഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ടുള്ള റോപ്പ്, നമ്മൾ സാധാരണ രീതിയിൽ റോപ്പ് എന്നാണ് പറയുക, ആ പ്ലാസ്റ്റിക് കയറുകൊണ്ടാണ് ആ കമ്പികൾ കെട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു ബലത്തിൽ മാത്രമാണ് ഈ സ്റ്റേജും ഈ പറയുന്ന VIPകളും ഇരിക്കുന്നത്. ഈ തൊട്ട് താഴെ ആ ചെയറുകളാണ് യഥാർത്ഥത്തിൽ ഈ ജേലൻ സ്റ്റേഡിയത്തിൽ ഇരിക്കുവാൻ തക്ക രീതിയിലുള്ള ക്രമീകരണം, അത് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് ഈ പറയുന്ന ചുമന്ന കസേരകൾ ഇട്ടിരിക്കുന്ന ഭാഗത്ത്. അതിന്റെ അപ്പുറത്ത് ഒരു ചെറിയ കൈവരി, കമ്പി കൊണ്ടുള്ള ബലപ്പെട്ട ഒരു കൈവരിയുണ്ട്. ആ രീതിയിലാണ്. പക്ഷേ ആ രീതിയിൽ ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആയിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അതിനു മുകളിൽ വീണ്ടും ഒരു താൽക്കാലികമായിട്ട് കമ്പികൾ ഉപയോഗിച്ച് റോപ്പ് കൊണ്ട് കെട്ടി ഒരു സ്റ്റേജ് നിർമ്മിക്കുകയും അതിന്റെ സൈഡിലായിട്ട് നടന്നു പോകുവാൻ യാതൊരു തരത്തിലും സ്ഥലം ഇല്ലാത്ത രീതിയിൽ ഒരു 35-40 പേർക്ക് ഇരിക്കുവാൻ കസേരകൾ ഒരുക്കി. ആ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർ ആ താഴ്ന്ന സാധാരണ രീതിയിൽ ഒരു വ്യക്തി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാകും. ആ സമയത്ത് കൂടി ഒന്ന് പിടിക്കുവാൻ, ഒരു സപ്പോർട്ടിന് വേണ്ടി, ഒരു പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ബലമുള്ള ഒരു കൈവരി പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വലിയ വീഴ്ച. ഒരു റിബൺ കെട്ടിക്കൊണ്ടുള്ള ക്യൂ മാനേജർ, സാധാരണ നമ്മൾ ഈ പരിപാടികളിലൊക്കെ ക്യൂ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂ ബാരിയറോ അല്ലെങ്കിൽ ക്യൂ മാനേജറോ വെക്കും. അത് മാത്രമാണ്, സ്റ്റീൽ കൊണ്ടുള്ള അത് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഉമാ തോമസ് MLA ഈ VIP ഗാലറിയിലേക്ക്, അതായത് ഈ പറയുന്ന താൽക്കാലികമായിട്ട് കെട്ടിപ്പൊക്കിയ VIP ഗാലറിയിലേക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ട് വന്നു. ആ സമയത്ത് മന്ത്രി സജി ചെറിയാൻ ഉണ്ടായിരുന്നു, മറ്റ് വിശിഷ്ട വ്യക്തികളും ഉണ്ടായിരുന്നു. അവരോടൊക്കെ തന്നെ MLA ആയിട്ടുള്ള ഉമാ തോമസ് സംസാരിച്ചു നിന്നു. അതിനുശേഷം തൊട്ടിപ്പുറത്തേക്ക് പിന്നിലോട്ട് തിരിഞ്ഞ് അവർ തന്റെ സ്വന്തം ഇരിപ്പിടത്തിലേക്ക് വരാനും അവിടെ നിന്ന് ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് ആഞ്ഞ സമയത്താണ് ഈ പെട്ടെന്ന് കാല് വഴുതുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. തൊട്ട് ആ പിടിക്കാനായിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബലമില്ലാത്ത ക്യൂ മാനേജറും. അതിൽ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് താഴോട്ട് പതിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ ആ താഴെ എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ്, അതായത് ഓടയുടെ ഭാഗമാണ്. ഓടയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് ഇട്ടിട്ടുണ്ട്. ഉമാ തോമസിന്റെ തല ചെന്നിടിച്ചത് ആ സ്ലാബിലാണ്. ഉമാ തോമസിന്റെ ചെരുപ്പാണ് ആ കാണുന്നത്. രക്തം ഒരുപാട് രക്തം വാർന്നു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മറ്റൊരു സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് 12,000-ലധികം പേര് പങ്കെടുത്ത നൃത്ത പരിപാടി, അതിലും അധികം ആളുകൾ ഇവിടെ കാണികളായിട്ടുണ്ടായിരുന്നു, VIP ഉണ്ടായിരുന്നു. എന്നിട്ടും കൃത്യമായിട്ട് ആംബുലൻസോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ. ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. കാരണം ഈ ഒരു സ്റ്റേഡിയത്തിൽ ഇത്രയധികം നിയന്ത്രണം GCDA ഏർപ്പെടുത്താൻ നിരവധി കാരണങ്ങളുണ്ട്. കാരണം ഏകദേശം 30 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്റ്റേഡിയമാണ്. 1996 സമയത്ത് പൂർത്തിയാക്കിയ ഒരു സ്റ്റേഡിയമാണ് ഈ കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്നത്. നിരവധി സുരക്ഷാ പ്രശ്നങ്ങളുള്ളൊരു സ്റ്റേഡിയം കൂടിയാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റേഡിയമാണ്. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISLൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ നിരവധി സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. കാരണം ഫിഫ തന്നെ നേരിട്ടെത്തി ഈ ഗ്രൗണ്ടിലെ സുരക്ഷാ പ്രശ്നങ്ങളെപ്പറ്റി പറയുകയും ഇവിടെ 50,000-ഓളം കാണികൾക്ക് വന്ന് മത്സരം കാണാൻ സാധിക്കുന്ന ആ ഒരു സ്റ്റേഡിയത്തിൽ അത്രയും പേർ സ്റ്റേഡിയത്തിലേക്ക് എത്തരുത്, 30,000-ഓളം പേർ മാത്രമാണ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയാൽ മതി എന്ന് ഫിഫ തന്നെ കർശനമായ നിർദ്ദേശം നൽകിയൊരു സ്റ്റേഡിയമാണ്. അതിനോടൊപ്പം തന്നെ രേഷ്മ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇത്രത്തോളം അധികം ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് മത്സരം കാണാൻ എത്തുമ്പോൾ കൃത്യമായി ആംബുലൻസ് സംവിധാനം സ്റ്റേഡിയത്തിനുള്ളിൽ വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ ഘടന അനുസരിച്ചിട്ട് ഇവിടെ ഫുട്ബോൾ മത്സരങ്ങൾ അടക്കം നടക്കുമ്പോൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ആംബുലൻസ് പ്രവേശിപ്പിക്കാൻ സാധിക്കും സ്റ്റേഡിയത്തിനുള്ളിൽ. കാരണം മത്സരത്തിനിടയിൽ താരങ്ങൾക്ക് പരിക്ക് പറ്റിയാൽ അവരെ ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് സംവിധാനം കൃത്യമായി സ്റ്റേഡിയത്തിനുള്ളിലേക്ക് എത്തുന്നതിനുള്ള സംവിധാനം നിലവിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലുണ്ട്. ഇത്രയും ആളുകൾ ഒരുമിച്ചെത്തുന്നൊരു സമയം ഇങ്ങനൊരു ആംബുലൻസ് സംവിധാനം പോലും സ്റ്റേഡിയത്തിനുള്ളിൽ
ഏർപ്പെടുത്തിയിരുന്നില്ല എന്നല്ലേ രേഷ്മ പറയുന്നത്? അതെന്നെങ്കിൽ കാരണം സാധാരണ രീതിയിൽ ആംബുലൻസോ അല്ലെങ്കിൽ ഡോക്ടർമാരോ ഉടനെ എത്തി ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സാഹചര്യമോ സന്ദർഭമോ ഇന്നലെ ഉണ്ടായില്ല. ആംബുലൻസ് മൈതാനത്തിനുള്ളിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നില്ല. പകരം വീണ് കിടന്ന ഉമാ തോമസിനെ വാരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് ആംബുലൻസിൽ ഈ പറയുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സാധാരണ രീതിയിൽ ഈ ISL മത്സരങ്ങൾക്ക് നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങൾ ഒരുക്കാറുണ്ട്. ISL മത്സരങ്ങൾക്ക് ഏത് വിധത്തിലാണോ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് ആ രീതിയിലുള്ള അനുമതി മാത്രമായിരുന്നു നൽകിയത്. പക്ഷെ അത് ലംഘിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ഒരു സ്റ്റേജ് കെട്ടിപ്പൊക്കി. ഇതിൽ മറ്റൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതായത് GCDയുടെ നിയന്ത്രണത്തിലാണ് ഈ പറയുന്ന സ്റ്റേഡിയമെങ്കിലും ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പിനും ഉത്തരവാദിത്വമുണ്ട്. അതായത് സംഘാടകർ ഈ തരത്തിൽ സ്റ്റേജ് കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പരിശോധന നടത്തിക്കൊണ്ട് അതിന് അനുമതി നൽകാതെ അത് നടത്താൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ രീതിയിലുള്ള സംവിധാനങ്ങളിലേക്ക് എന്തുകൊണ്ട് ഭരണകൂടം അല്ലെങ്കിൽ അധികൃതർ കടന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായി. പരിശോധന നടത്തുന്നതിലും ഒരു പാകപ്പിഴവ് ഉണ്ടായി എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അപ്പാടെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് ഇത്തരത്തിൽ ഉമാ തോമസിന് പരിക്കേൽക്കുവാനായിട്ടുള്ള ഒരു കാരണം. ഈ കാണികൾ തിങ്ങി നിറഞ്ഞ ഒരു ഇടത്തേക്ക് ഒരു അപകട സാധ്യത ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു പെട്ടെന്നൊരു ആംബുലൻസ് എത്തിക്കാൻ സാധിക്കുക? ഇത് അടക്കമുള്ള ചോദ്യങ്ങൾക്കും സംഘാടകർക്ക് ഉത്തരവില്ലായിരുന്നു. ഇത് പരിശോധന നടത്തേണ്ട പൊതുമരാമത്ത് വകുപ്പാണെങ്കിലും മറ്റ് അധികൃതരാണെങ്കിലും കൈയൊഴിഞ്ഞ മട്ടായിരുന്നു. ശരി രേഷ്മ, എന്തായാലും കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കായി നിർമ്മിച്ച സ്റ്റേജിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് GCDA വ്യക്തമാക്കുന്നുണ്ട്. GCDA കർശന നിയന്ത്രണങ്ങൾ തന്നെ സ്റ്റേഡിയത്തിൽ വരുത്തിയിട്ടുണ്ട്. കാരണം നിരവധി സുരക്ഷാ പ്രശ്നങ്ങളുള്ളൊരു സ്റ്റേഡിയമാണ് കലൂരിലെ സ്റ്റേഡിയം. അവിടെ കാണികളുടെ എണ്ണം പോലും ഈ ഒരു സുരക്ഷാ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ കാണികളുടെ എണ്ണം പോലും അവിടെ കുറച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ആംബുലൻസ് അടക്കമുള്ളവ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് എത്തി ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എത്തി അവിടെ നിന്ന് അപകടമുണ്ടാകുന്ന ആളിനെ കൃത്യമായി ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കണം എന്ന് GCDA കർശന നിർദ്ദേശം തന്നെ നൽകിയിരുന്നു. എന്നാൽ അതൊന്നും ഇന്നലത്തെ നൃത്ത പരിപാടിക്ക് പാലിച്ചിരുന്നില്ല എന്നാണ് വ്യക്തമാവുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കണ്ടതാണ്. കാരണം അപകടം പറ്റിയ ഉമാ തോമസിനെയും കൊണ്ട് ആളുകൾ ചുമന്ന് പുറത്തെത്തിച്ചതിന് ശേഷം പുറത്തു നിന്നാണ് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഒരു അപകടം നടന്നാൽ ആദ്യ സെക്കൻഡുകൾ വളരെ നിർണായകമാണ്. അത്തരത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇത്രത്തോളം സമയമെടുത്ത് ഉമാ തോമസിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഗുരുതര സുരക്ഷാ വീഴ്ച തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് വ്യക്തമാണ്. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. ഒപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് ബീന റാണിയുമാണ് വിവരങ്ങൾ നൽകിയത്.